ഇങ്ങനെയാണോ നമ്മൾ പ്രസന്റ് ചെയ്യല്? ഈ ബഹളം കേട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഇത് രാവിലെ പ്രസൻറ്റേഷൻ എടുക്കാൻ പറ്റാത്ത ബഹളമാണ്. പ്രസൻറ്റേഷൻ എടുക്കാൻ അവൾ വരണം. അവൾ വന്നപ്പോഴേക്കും എല്ലാവരുടെയും ചായ കൂടി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇവിടെ ഇല്ലേ മുട്ടക്കറിയൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കിയതാണ്. ഇതിനൊരു ഫ്രൈ പാനോ ചട്ടിയോ വെക്കുക. അതിലേക്ക് വെളുത്തുള്ളി കുറച്ചിടുക. അതിലേക്ക് വലിയ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 തക്കാളി അരച്ചിട്ട് അത് ചേർക്കുക. പിന്നെ ചുവപ്പ് ക്യാപ്സിക്കം ചേർക്കുക. അത് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി ഇടുക. എരിവിന് ആവശ്യത്തിന് ഇടാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതധികം വേവിക്കരുത്. അതിങ്ങനെ വെവ്വേറായി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നല്ല വേവിക്കണ്ട. എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി അല്ലേ എന്ന്. പക്ഷേ ഇതിന് നമ്മൾ മസാല ചീസ് ഇടണ്ടേ. അതിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അടിപൊളിയായി ഇഷ്ടപ്പെടും. ഈ കറിക്ക് പറയുക ഷാക്ഷുക്ക എന്നാണ്. അപ്പോൾ ഇതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ മുട്ടക്കറി ഇഷ്ടപ്പെടും. എന്നിട്ട് പിന്നെ മൊസറല്ല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക മേലെ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ കറി റെഡിയായി. ഇത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്ക് മൊസറല്ല ചീസ് ഇട്ടുകൊണ്ട് മുട്ടക്കറി ഇഷ്ടം. ഇവിടെ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തിയാണ് ഉണ്ടാക്കി, മടക്കി ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂട്ടിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അത് നെയ്യ് ഒഴിച്ചോ നെയ്യും ഓയിലും മിക്സ് ചെയ്തോ ചപ്പാത്തി ഉണ്ടാക്കാം. അത് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഓയിലാക്കുക. 2 സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് അത് നെയ്യിൽ ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അതിൽ ക്യാപ്സിക്കും ചീസും ഇട്ട് കൊടുത്താൽ മതി. ഒരു വെറൈറ്റി ആയി കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് തിന്നാൻ നോക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഈ ഷാക്ഷുക്ക കറി നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കിയിട്ട് അത് ആ മുട്ടയും കറിയും ആ ഫ്രൈ പാനിൽ തന്നെ ചപ്പാത്തിയും കുത്തി കഴിക്കുന്നതാണ്. ആ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് അവളിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.